വീട്ടുകാരുടെ എതിർപ്പ് മറികടന്ന് അല്ലെങ്കിൽ വീട്ടുകാരെ സമ്മതിപ്പിച്ച് പ്രണയിച്ച് വിവാഹം കഴിച്ച് കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അവർ വേർപിരിയുക എന്നത് എല്ലാവരെയും സംബന്ധിച്ചും ദുഃഖമാണ്. എന്താണ് അവരിൽ കടന്നു പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്നിരുന്നാലും പ്രണയിതാക്കളായിരുന്ന ഒരിക്കൽ ഒരുമിച്ച് താമസിക്കണമെന്ന ആഗ്രഹമുണ്ടായിരുന്നവർ പിന്നീട് പിരിയുമ്പോൾ അത് വല്ലാത്ത സങ്കടത്തിൽ ചെന്ന് അവസാനിക്കുന്നു. പിരിയുന്നത് മാത്രമല്ല, കൊലപാതകത്തിലും ദുഃഖത്തിലുമൊക്കെയായി അത് കലാശിക്കുന്നതാണ് ഒട്ടും കാണാൻ സാധിക്കാത്ത ഒന്നായി മാറുന്നത്. 7 വർഷങ്ങൾക്ക് മുൻപ് ഏറെ മോഹിച്ചു തുടങ്ങിയ പ്രണയവിവാഹം ചോരയിൽ അറ്റു നിൽക്കുന്നൊരന്ത്യം തൃശൂർ ആനക്കല്ലിൽ 30-കാരിയായ ഉണ്ണിമായെ ഭർത്താവ് ശിവപ്രസാദ് കിടപ്പുമുറിയിൽ കഴുത്തു നെരിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ നാടിനെ നടുക്കുകയും കേൾക്കാനും സാധിക്കുന്നു. അമ്മയോട് വിളിച്ചു പറഞ്ഞ ശേഷം ശിവപ്രസാദ് സ്ഥലം വിട്ടിരിക്കുന്നു. സംശയരോഗം തലയ്ക്ക് പിടിച്ച് ഭർത്താവിൻ്റെ ക്രൂരതയിൽ തകർന്നതാണ് ഉണ്ണിമായയുടെ ജീവൻ എന്ന് പറഞ്ഞു. "ഞാൻ അവളെ കൊന്നു അമ്മേ" എന്ന് ഫോണിലൂടെ അമ്മയെ വിളിച്ചു പറയാൻ കാണിച്ചയാളുടെ ധൈര്യം തന്നെയാണ് സമ്മതിക്കേണ്ടത്. പ്രണയിച്ചു വിവാഹം കഴിച്ചവർക്ക് വിവാഹിതരായവരാണെങ്കിലും ഒക്കെയും ശിവപ്രസാദിൻ്റെ സംശയരോഗം ദാമ്പത്യത്തിൽ കരിനിഴൽ വീഴ്ത്തിയിരുന്നു. ഉണ്ണിമായയുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. ഉണ്ണിമായയുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് സ്ഥിരമായി പരിശോധിക്കുന്നുണ്ടായിരുന്നു ഇയാൾ. ഇടയ്ക്ക് തന്നെ ഫോൺ പിടിച്ചു വാങ്ങുന്നതും പതിവ് തന്നെയായിരുന്നു എന്ന് പറയാം. 6 മാസം മുൻപും സമാനമായൊരു പിടിച്ചുവാങ്ങൽ ഇവരുടെ ഇടയിലുണ്ടായിരുന്നു. 6 മാസം മുൻപത്തെ രീതിയിൽ ഉണ്ണിമായ തന്നെ ഇയാൾ കഴുത്തു നെരിച്ചിരുന്നു എന്ന് തന്നെ പറയുന്നു. അന്ന് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയേണ്ടി വന്നെങ്കിലും പിന്നീട് ഇവർ ഒത്തുതീർപ്പിലെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു.